ടീം ആറ്റ്കമിന്റെ ക്യാപ്സ്യൂൾ സീരീസിലെ SLC ക്യാപ്സ്യൂൾ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത് ജൂൾസ് ലോ, അതിനകത്ത് വരുന്ന ഹീറ്റ് ആൻഡ് പവർ എന്ന് പറയുന്ന ആസ്പെക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. സോ എന്താണ് ജൂൾസ് ലോയിൽ പറയുന്നത്? ജൂൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. കറണ്ട് എന്ന് പറയുന്ന ഐ ആണെങ്കിൽ എത്രത്തോളം കറണ്ട് കടന്നു പോകുന്നുണ്ടോ അതിന് സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ആയിരിക്കും. കാരണം കടന്നു പോകുന്ന വൈദ്യുതിയുടെ ഡെൻസിറ്റി എന്താണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ്, എത്രത്തോളം സമയം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്ന 1 ആണ്. ദാറ്റ് ഈസ് H is equal to I²RT. അതായത് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവോ അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതലോ അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്ന സമയം കൂടുകയോ ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിന്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് H is equal to I²RT എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല ഉള്ളത്. ഓംസ് ലോ എന്ന് പറയുന്നത് V is equal to IR ആണ്. അതിൽ നിന്ന് നമുക്ക് ഐ കണ്ടുപിടിക്കാം. ഐ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു V/R. അപ്പൊ ഈ ഐക്ക് പകരം V/R കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? V² ഡിവൈഡഡ് ബൈ R². ബിക്കോസ് ഐ എന്ന് പറയുന്നത് V/R ആണെങ്കിൽ I² എന്ന് പറയുന്നത് V²/R² കിട്ടും ഇൻറ്റു R ഇൻറ്റു T എന്ന് കിട്ടും. ആറും ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്ന് പറയുന്നത് V²/R ഇൻറ്റു T എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമ്മളിപ്പോ V is equal to IR ൽ നിന്ന് R is equal to V/I എന്ന് എഴുതാൻ പറ്റും. R is equal to V/I എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആറിന് പകരം V/I കൊടുത്താൽ നമുക്ക് എന്ത് എഴുതാം? H is equal to I² ഇൻറ്റു ആറിന് പകരം V/I ഇൻറ്റു T എന്ന് എഴുതാം. ഐയും ക്യാൻസൽ ആയിപ്പോയി. യു വിൽ ബി ഗെറ്റിംഗ് IVT. ഹീറ്റ് ഈസ് ഈക്വൽ ടു IVT. സോ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. H is equal to I²RT, H is equal to IVT, H is equal to V²/R into T. ഇവിടെ കടന്നു വരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അവിടെ നടക്കുന്ന വർക്ക് തന്നെയാണ്. വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. മറ്റൊരു എക്സ്പ്രഷൻ ആണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. സോ മറ്റൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പവർ. പവർ എന്ന് പറയുന്നത് യൂണിറ്റ് ടൈമിൽ നടക്കുന്ന വർക്കിന്റെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. അതായത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അതായത് യൂണിറ്റ് ടൈം എത്രത്തോളം ടൈമിൽ വർക്ക് നടക്കുന്നു അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ടൈമിൽ നടക്കുന്ന വർക്ക് എന്താണോ അതാണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു വർക്കിന് 3 ഇക്വേഷൻ ഉണ്ട്. I²RT, IVT, V²/R into T. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പവർ കണ്ടുപിടിക്കുക എന്താണ്? വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാത്തിനകത്തും എന്താണ്? T ഉണ്ട്. അപ്പൊ T മാറ്റി എഴുതുന്ന ഇക്വേഷൻസ് ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും. പവർ ഈസ് ഈക്വൽ ടു I²R അല്ലെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു IV അല്ലെ പവർ ഈസ് ഈക്വൽ ടു V²/R എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. നമ്മൾ ഹീറ്റ് എനർജി അല്ലെ വർക്കിന്റെ യൂണിറ്റ് നോക്കിയാൽ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ J കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ പവർ നോക്കുവാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് എന്ന് എടുത്തു. ഇനി ടൈമിനെ നമുക്ക് എന്താണ്? ഒത്തിരി സമയമൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം നമ്മൾ അവറിലായിരിക്കും അല്ലെങ്കിൽ മണിക്കൂറിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈമിനെ നമ്മൾ അവർ എന്ന് എടുത്താൽ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് ഇൻറ്റു അവർ, അതായത് വാട്ട് അവർ ക്യാൻ ബി ദ യൂണിറ്റ് ഓഫ് ദി വർക്ക്. വർക്കിന്റെ മറ്റൊരു അല്ലെങ്കിൽ എനർജിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് വാട്ട് അവർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടി വർക്കിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് വാട്ട് അവർ കിട്ടി. then ഇവിടെ അറിയേണ്ട ഒരു കാര്യം 1000 വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. 1000 വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫോമിൽ 1 സ്മോൾ ലെറ്റർ K ക്യാപിറ്റൽ WH എന്നുണ്ട്. അതായത് നമ്മൾ ഡെയിലി യൂസിലൊക്കെ നമ്മൾ വർക്കിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കിലോ വാട്ട് അവർ ആണ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി കണക്ഷൻസിനകത്തൊക്കെ എത്രത്തോളം പവർ കൺസ്യൂം ചെയ്തു എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു എന്ന് കാണിക്കുന്നത് കിലോ വാട്ട് അവർ യൂണിറ്റിലായിരിക്കും. ക്ലിയർ? ഇത്രയും കോൺസെപ്റ്റുകളാണ് നമ്മൾ അറിയേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യം ചെയ്ത് നോക്കാം.
എ ഹീറ്റിംഗ് കോയിൽ വിത്ത് റെസിസ്റ്റൻസ് ആർ, അതായത് ഒരു ഹീറ്റിംഗ് കോയിലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ohms ആണ്. റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു എ 240 വോൾട്ട് സപ്ലൈ. അത് 240 വോൾട്ടേജ് സപ്ലൈ ഉള്ള ഒരു സപ്ലൈയിൽ 60 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു ഹീറ്റിംഗ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പവർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? 60 ohm പ്രതിരോധമുള്ള ഒരു ഹീറ്റിംഗ് കോയിൽ 240 സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഉപകരണത്തിന്റെ പവർ കണക്കാക്കാം. നമുക്കറിയാം പവർ കണക്കാക്കുന്നതിന് 3 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് I²R ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് IV ഉപയോഗിക്കാം, അല്ലെങ്കിൽ V²/R ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് 60 ohms ആണ് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്നത് വിയും ആറുമാണ്. അതുകൊണ്ട് നമുക്ക് പവറിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? V²/R ഉപയോഗിക്കാം. അപ്പൊ വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 240. 240ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 240 × 240. റെസിസ്റ്റൻസിന്റെ വാല്യൂ 60. 0 0 ക്യാൻസൽ ആയിപ്പോയി. 24 6 ക്യാൻസൽ ചെയ്താൽ 6 4 24 4 എന്ന് കിട്ടി. സോ 240 × 4 960 എന്ന് കിട്ടും. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. സോ 960 വാട്ട്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദി ഹീറ്റ് ജനറേറ്റഡ് ബൈ ദിസ് ഹീറ്റിംഗ് കോയിൽ ഇൻ 5 minutes. ഒരു 5 മിനിറ്റ് കൊണ്ട് ഹീറ്റിംഗ് കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് എത്രയാണെന്ന് കണക്കാക്കുക. സോ നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഹീറ്റ് ബൈ ടൈം ആണ്. ഹീറ്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണ് എങ്കിൽ വർക്ക് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആയിരിക്കും. വർക്ക് എന്ന് പറഞ്ഞ പവർ ഇൻറ്റു ടൈം ആയിരിക്കും. സോ നമ്മളിവിടെ പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 960 വാട്ട്. ദെൻ ടൈം ഇവിടെ തന്നിരിക്കുന്നത് 5 മിനിറ്റിലാണ്. മിനിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ അല്ല. നമ്മൾ ഒന്നെങ്കിൽ സെക്കൻഡിൽ അല്ലെ അവറിൽ എടുക്കണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 × 60 5×6 = 300 സെക്കൻഡ് എന്ന് കിട്ടും. ഈ സെക്കൻഡ് കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 960 × 300 അപ്പൊ നമുക്ക് 288,000 എന്ന് കിട്ടും. സോ പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് വാട്ട്, ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സെക്കൻഡ്. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമുക്ക് കിട്ടും. വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ജൂൾസ് എന്ന് പറയുന്നത്. സോ എന്ത് കിട്ടി? 288,000 ജൂൾസ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദിസ് അപ്ലയൻസ് ഇസ് വർക്ക് കണ്ടിന്യൂസ്ലി ഫോർ 10 hours, ടൈം അവറിലാണ്, കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. കൊമേഴ്ഷ്യൽ യൂണിറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ വർക്ക് എന്ന് പറയുന്ന പവർ ഇൻറ്റു ടൈം ഒരേ അപ്ലയൻസ് തന്നെയാണ്. പവറിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. 960 വാട്ട് ആണ്. ഇൻറ്റു ടൈം എവിടെയാണ്? 10 hours എന്ന് പറഞ്ഞത്. അപ്പൊ ടൈമിനെ നമ്മൾ അവറിൽ എടുക്കുന്നു. ഇൻറ്റു 10. അപ്പൊ എന്തെഴുതി? 9600 എന്ന് കിട്ടി. 9600. സോ ഇതെന്താണ്? വർക്കിന്റെ യൂണിറ്റ് എന്ന് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് ആണ്. ടൈം നമ്മൾ അവറിൽ എടുത്തു. സോ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് 9600 വാട്ട് അവർ എന്ന് കിട്ടി. പക്ഷെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? കൊമേഴ്ഷ്യൽ യൂണിറ്റ് എപ്പോഴും കിലോ വാട്ട് അവർ ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 9600 വാട്ട് അവർ എന്നാണ്. അപ്പൊ കിലോ വാട്ട് അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? 1000 വാട്ട് അവർ ആണ്. 1000 വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. 1000 വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പം 9600 കിലോ വാട്ട് അവറിനെ കിലോ വാട്ട് അവറിലേക്ക് മാറ്റണമെങ്കിൽ 1000 വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ എങ്കിൽ ഇതിനെ നമ്മൾ കിലോ വാട്ട് അവറിലേക്ക് മാറ്റണമെങ്കിൽ വാട്ട് അവറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9600നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 0 ക്യാൻസലായി, 0 0 ക്യാൻസലായി. 96/10 അപ്പൊ എന്ത് കിട്ടി? 9.6 കിലോ വാട്ട് അവർ എന്ന് കിട്ടി. അപ്പൊ 9.6 കിലോ വാട്ട് അവർ ആയിരിക്കും ഈ അപ്ലയൻസ് 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത്. അതായത് ഈ ഉപകരണം 10 മണിക്കൂർ പ്രവർത്തിച്ചാൽ വിനിയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് വ്യാവസായിക യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കിലോ വാട്ട് അവറിലാണ്. ടൈം എത്ര എടുത്തു? 10 മണിക്കൂറിൽ എടുത്തു. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ക്യാപ്സൂൾ വീഡിയോ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.